ഹായ്, കോക്യു ക്യാമലിൻ്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ Q2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അവരുടെ ബിസിനസ് അനാലിസിസും അതേപോലെ തന്നെ റിസൾട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. കഴിഞ്ഞ Q2ൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല, 0 ആയിരുന്നു സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ വലിയ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അതിന് മുമ്പുള്ള Q2ൽ അവർക്ക് നെഗറ്റീവ് ആയിരുന്നു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രോഫിറ്റിലെ ജമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ക്വാർട്ടറിലേക്ക് നോക്കിയാൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 11%, അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 200% ആണ്. സോ ഇത് കാണുമ്പോൾ നമുക്ക് അവരുടെ നമ്പേഴ്സ് നല്ലൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ അങ്ങനെയല്ല. മൊത്തത്തിൽ അവരുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ സെയിൽസും അതേപോലെ പ്രോഫിറ്റ് ഡീഗ്രോത്താണ് വന്നിരുന്നത്. സോ അവിടെ നിന്ന് ബേസ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു നമ്പേഴ്സിൽ ഇൻക്രീസ് വന്നപ്പോൾ നമുക്കൊരു വലിയ ഫിഗേഴ്സ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് നമുക്ക് 200% ഗ്രോത്ത് വന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ, കഴിഞ്ഞ Q3 നോക്കിയാൽ അവർക്ക് പ്രോഫിറ്റ് അവിടെ ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 4 കോടി ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ 4 കോടി പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 200% ഗ്രോത്ത് അവിടെ വന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ സ്റ്റോക്കിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 കോടിയായിരുന്നു. സോ ഈ ഒരു 9 മന്തിൽ നോക്കിയാൽ തന്നെ അവരുടെ പ്രോഫിറ്റ് ഏകദേശം 22 കോടി ആയിട്ടുണ്ട്. പ്രോഫിറ്റിൽ നല്ല രീതിയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. പക്ഷേ സെയിം ടൈമിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കിയാൽ 3% സെയിൽസ് ഗ്രോത്ത് ഉള്ളൂ. സോ ഇങ്ങനത്തെ കമ്പനികളിൽ ഞാൻ അത് ഇൻട്രസ്റ്റഡ് ആവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർജിൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടാണ്. സോ സെയിൽസിൽ ഗ്രോത്ത് വരാതിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് മാർജിൻസിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഒരു ലിമിറ്റ് ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ഇവർക്ക് ഗ്രോത്ത് വരില്ല. സെയിൽസിൽ നല്ല ഗ്രോത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ മാർജിൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 3% സെയിൽസ് ഗ്രോത്ത് വന്നിട്ട് ഈ 9 മാസം കൊണ്ട് 22 കോടി പാറ്റ് വരുന്നത് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ക്വാർട്ടറിൽ Q4ൽ ഇവർ കഴിഞ്ഞ Q4ൽ ഏകദേശം 4 കോടിയായിരുന്നു പ്രോഫിറ്റ് വന്നിരുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു Q4ൽ അവരൊരു 100% ഗ്രോത്ത് വന്നു വിചാരിക്കും അവരുടെ പാറ്റിൽ. അങ്ങനെയാണ് ഒരു 8 കോടി ജനറേറ്റ് ചെയ്താൽ പോലും അവരുടെ ടോട്ടൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തം പാറ്റ് വരാൻ പോകുന്നത് ഏകദേശം 30 കോടി രൂപകളാണ്. സോ അത് വെച്ച് നമ്മൾ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം 28-നടുത്താണ് ഫോർവേഡ് പി വരിക. കറണ്ട് പി എന്ന് പറഞ്ഞാൽ 30-ന് മുകളിലാണ്. സോ ഇവിടെ സെയിൽസിലധികം ഗ്രോത്ത് വരുന്നില്ല. ആ ഒരു കമ്പനിക്ക് പോലും ഏകദേശം ഫോർവേഡ് പി വരുന്നത് 28-30 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സെയിം ടൈമിൽ നമ്മൾ ഈ ഒരു സെക്ടറിലുള്ള മറ്റ് 2 കമ്പനികൾ നമ്മൾ ഓൾറെഡി നമ്മൾ Q3 റിസൾട്ടുകൾ സംസാരിച്ച ഡോംസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫ്ലെയർ ആണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ അത്യാവശ്യം സെയിൽസും ഉണ്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് സെയിൽസും വരുന്നുണ്ട്, അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്തും വരുന്നുണ്ട്. അതിനകത്ത് ഫ്ലെയറിനെ ആണെങ്കിൽ പോലും വാല്യൂഷൻസ് ഒക്കെ വളരെ താഴെയാണ് ക്യാമലിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഡോംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമലിന്റെ മൊത്തത്തിലുള്ള ഫിഗേഴ്സ് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊന്നും പറയാറില്ല. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിന്റെ ഈ ഒരു ഡോക്യുമെന്റ് മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഓവറോൾ ഈ ഒരു സെക്ടറിൽ നോക്കുമ്പോഴത്തേനും ഡോംസിന്റെയും അതേപോലെ തന്നെ ഫ്ലെയറിന്റെയും താഴെയായിട്ടാണ് ക്യാമലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ഒരു കമ്പനിയെ പറ്റി സംസാരിക്കാനായിട്ട്. കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് ബിസിനസ് അനാലിസിസിന്റെ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.